ഗുരുജി, മാഡത്തിന് ഇപ്പൊ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? മയക്കത്തിനുള്ള ഔഷധക്കൂട്ടുകൾ കൊടുത്തിരിക്കുക. ഒരു 2 മണിക്കൂർ എടുക്കും മയക്കത്തിൽ നിന്ന് ഉണരാൻ. അതിനുശേഷമേ കാണാൻ പറ്റൂ. ഇന്ന് മടങ്ങുന്നുണ്ടോ? തിരിച്ചു പോകണമെന്നാ വിചാരിക്കുന്നേ. നാളെ കോടതിയിൽ കേസുണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചെത്താം. ഗുരുജി, എന്തെങ്കിലും മാറ്റങ്ങള്? പുറത്തേക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇനിയും കാണാനായിട്ടില്ല. പക്ഷേ ഉള്ളിൽ സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത്രയും ദിവസമായിട്ടും മാറ്റമൊന്നും വലുതായിട്ട് കാണാനില്ലെങ്കിൽ പിന്നെ ഇനിയും പ്രതീക്ഷിക്കണോ? വിത്ത് മണ്ണിനടിയിൽ മുള പൊട്ടുന്നത് നാം കാണുന്നില്ലല്ലോ എന്ന് കരുതി വിത്ത് മുളച്ചില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സമൃദ്ധ 100% ചികിത്സയോട് സഹകരിക്കുന്നതുകൊണ്ട് ഇനിയധികം വൈകില്ല എന്നാണ് എന്റെ വിശ്വാസം. ഓർമ്മകൾ തിരിച്ചു വരുന്നത് ഒരു വാതിൽ തുറക്കുന്ന പോലെ. വിശ്വാസത്തോടെ കാത്തിരുന്നാൽ മതി. സമൃദ്ധയുടെ മനസ്സിലെ ഓർമ്മകളുടെ വാതിൽ തുറക്കുക തന്നെ ചെയ്യും. അവൾക്ക് ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പദ്ധതിയെല്ലാം പാളുമല്ലോ. എന്തായാലും മയക്കം തെളിഞ്ഞാലല്ലേ മാഡത്തിന് കാണാൻ പറ്റൂ. അപ്പോഴേക്കും ഞങ്ങൾ പോയിട്ട് വരാം. എനിക്കിവിടെ വയ്യാതെ കിടക്കുന്ന ഒരു യോഗിനിയെ കാണാനുണ്ട്. ഞങ്ങൾ അവരൊന്ന് കണ്ടിട്ട് വരാം. ശരി. സാർ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. നിങ്ങൾ പോയിട്ടോ. വാ സച്ചി. എന്താ മൂർത്തി, അയാള് സമ്മതിച്ചോ? സമ്മതിച്ചു. പഴയതുപോലെ ആവോ അതോ? ഏയ് ഇല്ല, ഇത് നടക്കും. രഹസ്യമായ മരുന്നുകൂട്ടുകൾ തയ്യാറാക്കുന്ന ഗുരുജിയുടെ വിശ്വസനാണ് അയാൾ. അയാളെ വീഴ്ത്താൻ ഒരു വലിയ ഓഫർ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തു കൊടുത്താലും വേണ്ടില്ല, ഇത് നടന്നിരിക്കണം. അല്ല, എന്താ അയാളുടെ പ്ലാൻ? നമ്മുടെ പ്ലാൻ തന്നെ. പ്രധാനപ്പെട്ട മരുന്നുകൾ അയാൾ മാറ്റും. അപ്പൊ അത് ഗുരുജി അറിയില്ലേ? സാധാരണ ഇയാളെ മരുന്നുകൂട്ടുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഇയാൾ തന്നെയാണ് നോക്കുന്നത്. അർച്ചനയ്ക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഗുണവും ചെയ്യാത്ത മരുന്നുകളായിരിക്കും. മതി, അത് മതി. എന്തായാലും അതോടെ ചികിത്സ മുടങ്ങുമല്ലോ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചികിത്സ മുടങ്ങുക തന്നെ ചെയ്യും. ഇപ്പൊ മാഡത്തിന് സമാധാനമായല്ലോ? ഇല്ല മൂർത്തി, മറ്റൊരു അപകടം കൂടി വന്നിട്ടുണ്ട്. എന്തപകടം? അതിനിടയിൽ ആ സച്ചിയും ആ അഡ്വക്കേറ്റ് ആരതിയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. മരുന്നും ചികിത്സയൊക്കെ ഫലിച്ചാലും ഇല്ലെങ്കിലും ഇതിനിടയിൽ സച്ചി അവളെ കണ്ടു കഴിഞ്ഞാൽ അതോടെ എല്ലാം പൊളിയും. അപ്പോ അങ്ങനെ ഒരു അപകടം കൂടി ഉണ്ടല്ലേ? അത് ചെറിയ അപകടമല്ല മൂർത്തി. സമൃദ്ധയ്ക്ക് ഓർമ്മ കിട്ടാത്തതുകൊണ്ട് മാത്രം ഒന്നും അവസാനിക്കുന്നില്ല. സച്ചി അവളെ കാണാനിടയായ പിന്നെ അവക്ക് പിന്നെ എന്തിനാ ഓർമ്മ വരുന്നത്? അതോടെ എല്ലാം അവസാനിക്കില്ലേ? ഭാഗ്യത്തിനാ ഇപ്പൊ രക്ഷപ്പെട്ടത്. ഇപ്പോ ആ ചികിത്സാമുറിയുടെ വാതിക്ക വരാനെത്തി. നമ്മുടെ ഭാഗ്യത്തിന് ആ ഗുരുജി അവരുടെ അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവക്ക് മയങ്ങാനുള്ള എന്തോ ഔഷധക്കൂട്ട് കൊടുത്തിരിക്കുകയാണെന്ന്. അല്ല, അപ്പൊ അത് കഴിഞ്ഞാൽ? സമൃദ്ധ മയക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ സച്ചി അവളെ കയറി കാണുന്നുള്ള കാര്യം ഉറപ്പാ. ഗോകുലും ആ വക്കീലും സച്ചിയും കൂടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അർച്ചന മയക്കത്തിൽ നിന്ന് ഉണരുന്നതിനും അവളെ കാണാനുള്ള സച്ചിയുടെ കാത്തിരിപ്പിനും ഇടയിൽ വളരെ കുറച്ച് സമയമുള്ളൂ. അതിനിടയിൽ സച്ചി അവിടുന്ന് എങ്ങനെയും മാറ്റണം. മാഡം വിഷമിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വഴിയുണ്ടാക്കാം. എല്ലാരും കാത്തിരിക്കുന്നത് സച്ചി അർച്ചനെ ഒന്നിക്കാൻ വേണ്ടിയാ. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വേഗം എന്തേലും ചെയ്തേ പറ്റൂ. 10 മിനിറ്റ്, അതിനകം സച്ചി ഇവിടെ നിന്ന് പോകും. മാഡം ധൈര്യമായിരിക്കെ. വക്കീലാകെ മൂടോട്ടാണല്ലോ. എന്തുപറ്റി? ഞാൻ യോഗിനിയമ്മയുടെ കാര്യം ഓർക്കുമായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് എന്നെ വളർത്തിയത് ഈ യോഗിനിയമ്മയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ അവസ്ഥയിൽ അവരെ കണ്ടപ്പോ ഇനി എത്ര നാളവരിങ്ങനെ? മനുഷ്യരുടെ ജീവിതമൊക്കെ അങ്ങനെ വക്കീലേ. അല്ല,
ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉള്ളോ? ഒരു ഓംലെറ്റ് പോലും കിട്ടില്ലേ? പിന്നെ ആശ്രമത്തിലെ ഓംപ്ലേറ്റ്, ആ. ചിക്കൻ ഫ്രൈ കിട്ടും. എന്താ പറയട്ടെ? ആ, ആ. ആ, ഒരു ചിക്കൻ ഫ്രൈയും 2 പൊറോട്ടയും പറഞ്ഞു. കളി അടിക്കല്ലേ സച്ചി, ഇത് ആശ്രമമാ. ഇവിടെ തമാശ കാണിച്ചാലേ അതിന്റെ ഫലം കിട്ടും. ആ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ആ, ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചോളാം. അപ്പോ സമൃദ്ധ മാഡത്തിനെ കാണണ്ടേ? ആ. കാണാം. അവരെ കണ്ടിട്ട് നമുക്ക് വേഗം മടങ്ങാം. ഉം. ഇനി ഉത്സവത്തിന്റെ ദിവസം വന്നാൽ മതിയല്ലോ. സത്യാണോ മൂർത്തി? അതെ മാഡം. ആ വക്കീലും സച്ചിയും കൂടി ട്രീറ്റ്മെന്റ് റൂമിന്റെ തൊട്ട് മുമ്പിൽ വരെ എത്തിയതാ. എന്നിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോ സച്ചിക്ക് ഒരു ഫോൺ വന്നു. തീ പിടിച്ചതുപോലെ സച്ചി തിരിഞ്ഞോടി. ആ വക്കീല് പിന്നാലെ. സെക്കൻഡുകൾക്കകം 2 പേരും കാറിൽ കയറി സ്ഥലം വിട്ടു. അല്ല മാഡം, എന്തു പണിയാ ഒപ്പിച്ചത്? ഞാനോ? അവരെ ഇവിടുന്ന് ഓടിക്കണമെന്ന് ഞാൻ മൂർത്തിയോടല്ലേ പറഞ്ഞേ? അപ്പം മൂർത്തിയുടെ പ്ലാൻ അനുസരിച്ചല്ലേ അവരിവിടുന്ന് പോയത്? അല്ല മാഡം, ഞാൻ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തു വരികയായിരുന്നു. അപ്പോഴാ ഇത് സംഭവിച്ചത്. ഞാൻ വിചാരിച്ചു മാഡം എന്തെങ്കിലും ചെയ്തു കാണുമെന്ന്. എപ്പോഴും അങ്ങനെ ഒരു സർപ്രൈസ് തരുന്ന ആളാണല്ലോ മാഡം. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഒരു എത്തും പിടി ഇല്ലാതിരിക്കായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യം നടന്നു. അല്ല മൂർത്തി, അവരെന്തിനായിരിക്കും അത്രയ്ക്ക് വെപ്രാളപ്പെട്ട് പോയത്?